ഹൗ ടു സ്പിൻ എ പെൻ, എങ്ങനെ പെനെ സ്പിൻ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ സ്പിന്നിങ് പെൻ ഇല്ലെങ്കിൽ ഒന്നുകൊണ്ട് പേടിക്കേണ്ട. നമ്മൾ സെയിം സൈസ് സെയിം ലുക്കുള്ള ഒരു 2 പേന എടുക്കാം, അല്ലെങ്കിൽ ഒരേ പെൻ 2 പേടിച്ചാൽ മതി. അത് സെയിം സൈസ് അല്ലെങ്കിൽ കളർ ഇങ്ങനെ ഇഷ്ടമുള്ളതൊക്കെ എടുക്കാം. നമ്മൾ സെയിം സൈസ് സെയിം ലുക്കുള്ള 2 പേന എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേതെങ്കിലും ഒരു പേന എടുക്കാം. എന്നിട്ട് ഈ പേനയുടെ ക്യാപ്പ് നമുക്ക് എടുക്കാം. ഈ പേനയുടെ ക്യാപ്പ് ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെ നമുക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ തള്ളി കൊടുക്കണം. പൈസത്ത് അങ്ങനെ തള്ളി കൊടുത്തതിന് നമ്മൾ ഇത് ഇങ്ങനെ മേടിച്ച് വെച്ചിട്ട് ഇങ്ങനെ റോൾ ചെയ്യണം. അതെന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ അടപ്പ് 2 ഒരേ അളവിലാകാണ്, എങ്കിലേ നല്ലപോലെ സ്പിൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ആദ്യം പിന്നെ നമുക്ക് പിടിച്ച് ഇങ്ങനെ സ്പിൻ ചെയ്യുമ്പോൾ അടപ്പ് 2 അത് ഒരേ അളവിലേക്കും. എന്നിട്ട് അങ്ങനെ സ്പിൻ ചെയ്തതിന് നമ്മൾ ഈ ഭാഗം ഒന്നും കൂടെ ഒന്ന് അമക്കണം. ഇപ്പോൾ നമ്മൾ കൃത്യ അളവിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിതിൻ്റെ സെൻറ്റർ കണ്ടിരിക്കുക. ഇത് നമ്മളിപ്പോൾ തന്നെ ഇതിൻ്റെ സെൻറ്റർ കണ്ടിരിക്കുക. നമ്മളിങ്ങനെ വെള്ളം ഇങ്ങനെ ചോദിച്ചാൽ പക്ഷേ ഇതാണ് നമ്മുടെ സെൻറ്റർ. ഇനി ബാലൻസ് അടിക്കുക, ഇതാണ് നമ്മുടെ സെൻറ്റർ. അതായത് തൊട്ടപ്പുറത്ത് വരൽ ഇതിൻ്റെ ഈ ഭാഗത്തോട്ട് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മൾ അതായത് ഈ വരൽ ഇത് 2 മിഡിലായിട്ട് നടുക്കായിട്ട് പിടിക്കുക. സ്റ്റെപ്പ് 2 നമ്മളിങ്ങനെ ഇങ്ങനെയാണ് പിടിച്ചത്. അതിൽ ഈ വരൽ ഇങ്ങനെ ആക്കുക. അതുകഴിഞ്ഞ് ഈ വരൽ ഇങ്ങനെ ആക്കുക. ഈ വരൽ ഇങ്ങനെ ആക്കുക. അത് കഴിഞ്ഞ് ഈ വരൽ നമ്മൾ ഇങ്ങനെ ആക്കുക. ഇങ്ങനെ അതായത് നമ്മളിപ്പോൾ നമ്മളിങ്ങനെ പിടിച്ച ആ 3 സ്റ്റിക്കും ഒരുമിച്ച് ചെയ്യുക. ഇങ്ങനെ ഇതിങ്ങോട്ടാക്കണം, ഇങ്ങോട്ടാക്കണം, ഇങ്ങനെയാക്കണം. അത് കഴിഞ്ഞ് നമ്മുടെ ഈ പേന ഈ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ ഈ പേന നമ്മളിങ്ങനെ എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ പേന അതുപോലെ തന്നെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ കറക്കുക. ആദ്യമൊക്കെ ഇങ്ങനെ കറക്കുമ്പോൾ നമ്മളിങ്ങനെ താരം ഇങ്ങനെ പോകും. നമുക്ക് കറക്കാനൊക്കെ പറ്റും, പക്ഷെ നമുക്ക് പിടിക്കാൻ പറ്റുന്നില്ല, പറ്റിയെന്ന് വരില്ല. അപ്പോൾ ആദ്യം നമ്മളിങ്ങനെ പിടിക്കാൻ പറ്റാതെ ഇങ്ങനെ പോകും. ഇത് മുന്നിപ്പോവും. ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മളിങ്ങനെ തിരിഞ്ഞ് അന്നേരം പോകും. പക്ഷെ നമ്മൾ ഒരു 10 പ്രാവശ്യം ഇതേ ട്രിക്ക് ഒരുമിച്ച് ചെയ്യുവാണെങ്കിൽ വീട്ടിൽ നമുക്ക് നല്ലപോലെ ലേൺ ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ ഒരാഴ്ചയിലായിട്ടാണ് ഇത് പ്രാക്ടീസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഇനി 10 വർഷം ചെയ്തത്. ഞാൻ ആദ്യമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. നമ്മൾ ചുമ്മാ കറക്കുമ്പോൾ അന്നേരം പിടിക്കാൻ പറ്റുന്നില്ല, കറക്കാൻ നല്ലപോലെ പറ്റുന്നില്ല, അത് പിടിക്കാൻ പറ്റുന്നില്ല, അതായിരുന്നു അറിയുക. പക്ഷെ ഞാൻ അങ്ങനെ 19 പ്രാവശ്യം ചെയ്തതുള്ളൂ. അന്നേരം എനിക്ക് ഇങ്ങനെ റേറ്റ് കൂട്ടി. നമ്മൾ അന്നേരം ഫൈനൽ റിസൾട്ട് വെച്ചിട്ട് ഇതാണ്. നമ്മളിങ്ങനെ കറക്കി വരുമ്പോൾ ഇങ്ങനെ വരും. നമ്മളിങ്ങനെ കറക്കി ഇങ്ങനെ ഒത്തിരി നേരം വരും. നമ്മൾ പറ്റുന്നത്രയും നേരം ഇങ്ങനെ ട്രൈ ചെയ്തിട്ട് ഇതേ നേരം റിപ്പീറ്റ് ചെയ്യുക. അതിന് കുറച്ച് നേരം നമുക്ക് ഇങ്ങനെയൊക്കെ വരും. ഇങ്ങനെ ഇപ്പോൾ ചില സമയം നമ്മളിങ്ങനെ കൈ ഇറക്കും, പക്ഷേ പേന പതുക്കെ ഇറങ്ങി വരുമ്പോൾ അതൊക്കെ നമ്മളൊന്ന് ട്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ഇങ്ങനെ കറക്കി ഇങ്ങനെ ഇറക്കും. ഇങ്ങനെ നമ്മൾ പിടിക്കാൻ നേരത്തെ കൃത്യ സമയമാകുമ്പോൾ പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒന്നും വഴി എനിക്ക് പേന സ്പിൻ ചെയ്തൊന്നും പറ്റിരുന്ന ഒന്നും നോക്കണ്ട, നമുക്ക് ഉറപ്പായിട്ട് പേന സ്പിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പേന സ്പിൻ ചെയ്യാൻ മേടിച്ചിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളിങ്ങനെ പോകും, ഉറപ്പൊക്കെ തിങ്ങി പിടിക്കുക, അതൊന്നും നമ്മൾ കാര്യം വേണ്ട. ഗൈസ്, ഈ ട്രിക്ക് നല്ല പഠിക്കാൻ വേണ്ടി നിങ്ങൾ ആദ്യം 1 വർഷം ഇങ്ങനെ കറക്കുക. അതിന് പിടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഒന്നാമത് കറക്കുക. അന്നേരം പിടിക്കാൻ പറ്റിയെങ്കിൽ നിങ്ങൾ ഒന്നാമത് കറക്കുക. അങ്ങനെ ഇപ്പോൾ ഞാൻ 3 വർഷം നമുക്ക് 1 വർഷം കാണുമ്പോൾ 3 പ്രാവശ്യം അടുപ്പിച്ച് കറക്കാൻ പറ്റിയെന്ന് പറഞ്ഞാൽ നമ്മൾ കറക്കാൻ പഠിച്ചു എന്നാണ് അർത്ഥം. അത്രേ ഉള്ളൂ. നമ്മൾ 3 പ്രാവശ്യം അടുപ്പിച്ച് കറക്കിയാൽ മതി, നമ്മൾ കറക്കാൻ പഠിച്ചു എന്നാണ് അർത്ഥം. അപ്പോൾ ഇതാണ് ഈ പേന സ്പിൻ ചെയ്യൽ വെരി സിമ്പിൾ ട്രിക്ക് അല്ലേ ഗൈസ്. ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഗൈസ്, നമുക്കൊരു നെക്സ്റ്റ് വീഡിയോ കൊണ്ട് കാണാം ഗൈസ്. അതിൻ്റെ ഒരു കാര്യം പറയണ്ടേ ഗൈസ്, നമ്മൾ എടുക്കാൻ നേരത്ത് മിഡിൽ നോക്കിയിട്ടിരിക്കണം. സൈഡ് നിങ്ങൾക്ക് മിഡിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളിതിൽ വെയിറ്റുള്ള ഭാഗത്തോട്ടാണ് മിഡിൽ വരത്തുള്ളൂ. വെയിറ്റുള്ള ഭാഗം നമുക്ക് ഇങ്ങനെ ഇടണം. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ മിഡിലല്ലാത്ത ഭാഗത്ത് വെച്ച് കറക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും.
ഇതെല്ലാം മില്ല് ഇവിടെ ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ പോകും. സൈഡ് അങ്ങ് ചേർന്നത് അങ്ങനെ ഒന്ന് ചേർക്കല്. ഇപ്പോൾ ഇതുമെല്ലാം മില്ല് ഇങ്ങനെ ചേർക്കുകയാണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഒന്നും കറക്കാതെ നമ്മൾ കൃത്യം മില്ല് ചേർക്കണം. അപ്പോൾ കൃത്യം സ്റ്റാൻഡായിട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ നമുക്ക് ഉടൻ തന്നെ കാണാം. അതായിരിക്കും ബൈ.